ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. വീണ്ടും വരുന്നതിനായി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന് അതിശ്രേഷ്ഠമായ നാമം നമ്മുടെ മധ്യത്തിൽ ഉള്ളതിനായി സ്തോത്രം ചെയ്യുന്നു. മഹത്വപ്പെട്ടുകൊണ്ടിരിക്കുക. നമുക്ക് സ്തോത്രത്തോടെ ആഗ്രഹിക്കാം. ഹല്ലേലൂയ. ഇന്ന് നാം പറഞ്ഞതുപോലെ വാക്കിനാലോ ക്രിയാലോ എന്തു ചെയ്താലും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ചെയ്തോ പിതാവായ ദൈവത്തിന് സ്തോത്രം പറഞ്ഞുകൊണ്ടിരിക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവൻ മുഖാന്തരം, ക്രിസ്തു മുഖാന്തരമല്ലാതെ നമുക്ക് പിതാവിൻ്റെ അടുത്തേക്ക് അടുക്കാൻ സാധ്യമല്ല. കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്ന വിഷയത്തിൽ നിന്ന് അല്പമായിട്ടൊന്ന് ഡീവിയേറ്റ് ചെയ്യേണ്ടി വന്നു. അതിൻ്റെ ഒരു കൺക്ലൂഷനായിട്ടായിരുന്നു ഞാൻ ഇന്നലത്തെ ക്ലാസ് ചെയ്തിരുന്നത്. നാം ചിന്തിച്ചു കൊണ്ടിരുന്നത് ഒടുവിൽ കർത്താവിലും അവൻ്റെ അമിത ബലത്തിലും ശക്തിപ്പെടും. അപ്പോൾ കർത്താവിലും അവൻ്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവാൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു പെട്ടെന്ന് കയറി ഈ ആഭരണ വിഷയം കടന്നു വന്നത്. അതിൻ്റെ ചില ആഴ്ചകൾ തന്നെ നാം കഴിയാവുന്നത് ഞാൻ അവോയ്ഡ് ചെയ്യായിരുന്നു. പക്ഷേ ദൈവത്തിൻ്റെ ആത്മാവ് വളരെ ശക്തിയോടുകൂടി തന്നെ ആ വിഷയത്തിലേക്ക് വീണ്ടും വീണ്ടും പ്രേരിപ്പിക്കാൻ കാരണമായി തീർന്നു. കാരണം നാം വചനം പഠിപ്പിക്കുകയും ഉറപ്പിക്കുകയും ചെയ്യുന്ന അതേ സമയത്ത് തന്നെ അപ്പോസ്തല പ്രവൃത്തി 20-ാം അധ്യായത്തിൽ പൗലോസ് പറയുന്നത് പോലെ നിങ്ങളുടെ ഇടയിൽ നിന്ന് തന്നെ ചില വിപരീത ഉപദേശങ്ങൾ കടന്നു വരും. അപ്പോൾ പെന്തിക്കോസ്തിനകത്തുനിന്ന് തന്നെ വിപരീതമായ ഉപദേശങ്ങൾ കടന്നു വരും. അപ്പോൾ അതിനൊക്കെ ശക്തിയോടുകൂടി ഡിഫൈൻഡ് ചെയ്യേണ്ട ഒരു ഉത്തരവാദിത്വം ദൈവദാസന്മാർക്കുണ്ട്. കാരണം കർത്താവിൻ്റെ സന്നിധിയിൽ കേൾക്കുന്ന ഓരോ ആത്മാക്കളെയും ഏത് സമയത്ത് കർത്താവ് വന്നാലും അവരെ സിദ്ധരാക്കി നിർത്തുക. 1 തെസ്സലോനിക്കർ 5:23 പറയുന്ന പോലെ നിങ്ങളുടെ ശരീരം, നിങ്ങളുടെ ആത്മാവും പ്രാണനും ശരീരവും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വരവെങ്കിൽ അനിന്യമായി വെളിപ്പെടണം. ആ സമയത്തൊന്നും ചെയ്യാനില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള ഇൻഫ്ലുവൻസുകൾ, ഞാൻ ഇന്നലെ ആ ബ്രെയിൻ്റെ ചിത്രം കാണിച്ച് ഓർക്കുന്നുണ്ടല്ലോ. നമ്മുടെ ജഡത്തിൽ നിന്ന്, ഈ ലോകത്തിൻ്റെ ശക്തികളിൽ നിന്ന്, അതുപോലെ സൈറ്റാനിക് കിങ്ഡത്തിൽ നിന്നുള്ള പല പല പ്രേരണകളും ഇത് അനുഭവിക്കുന്നവർക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. ദുഷ്ടന്റെ തീയമ്പുകൾ, സാത്താന്റെ പള്ളിക്കാരുടെ ദൂഷണങ്ങൾ, ഇതൊക്കെ നമ്മുടെ ബുദ്ധിമണ്ഡലത്തിലേക്ക് കടന്നു വരുമ്പോൾ നാം വേണം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനോട് കൂടെ ചേർന്ന് അതിനെ എതിർത്തു നിൽക്കാൻ. അപ്പൊ നമ്മുടെ ഹൃദയത്തിൽ എവിടെയെങ്കിലും അത്തരത്തിലുള്ള ചെറിയ വാഞ്ചയുണ്ടെങ്കിൽ അത് വെളിപ്പെട്ട് വരുമ്പോൾ എൻ്റെ കർത്താവ് ഇതിങ്ങനെ കള്ളം മറഞ്ഞിരിക്കുന്നുണ്ടായിരുന്നല്ലോ, I don't need that. ഇത്രയേ ഉള്ളൂ ആ വിഷയം. അപ്പൊ എവിടെ നിന്ന് ഏത് വിധത്തിൽ വരുന്നത് ഒരു വിഷയമല്ല. നമ്മുടെ ഫോക്കസ് എപ്പോഴും ക്രിസ്തുവിലാണോ, നാം എപ്പോഴും ക്രൂശ് നേടി ജയത്തിന്റെ അവകാശികളായിരിക്കും. ഓക്കെ, ഞാൻ ആ വിഷയത്തിൽ അപ്പോൾ ഇന്നലെ ഞാൻ പറഞ്ഞു തീർന്നതിൻ്റെ ഒരു കൺക്ലൂഷൻ, നമ്മളൊരു ഫ്രീ ചോയ്സിന്റെ ഉടമയുള്ളവരാണ്. ഏതെല്ലാം വിധത്തിലും പ്രേരണകൾ വന്നാൽ, ഞാൻ പറഞ്ഞല്ലോ മോറൽ ഗവൺമെന്റ് എന്ന് പറഞ്ഞാൽ ഫ്രീ ചോയ്സ് ഉള്ളതാണ്. ഫിസിക്കൽ ഗവൺമെന്റിൽ ഫ്രീ ചോയ്സ് ഇല്ല. ഉദാഹരണം പറഞ്ഞു, ഏലിയാവിന്റെ കാക്കയോട് ദൈവത്തിന്റെ ദാസന് കാലത്തും വൈകിട്ടും അപ്പവും ഇറച്ചിയും കൊണ്ടു കൊടുക്കാൻ പറഞ്ഞ അതിന് വേറെ ഒരു ചോയ്സ് ഇല്ല. കാക്ക മസ്റ്റ് ഡു ദാറ്റ്. എന്നാൽ ഒരു ഫ്രീ മോറൽ ഏജന്റ് ആയിരിക്കുമ്പോൾ നമുക്ക് ചോയ്സ് ഉണ്ട്. ജീവനും മരണവും നമ്മുടെ മുമ്പിൽ വെക്കുകയാണ്. തിരഞ്ഞെടുക്കാനുള്ള അവകാശം നമ്മുടെ മുമ്പിലുണ്ട്. നമുക്ക് ഫ്രീ വില്ലുണ്ട്. ദൈവം കമ്പൽ ചെയ്യുകയില്ല. പക്ഷെ അവന്റെ സ്നേഹം നിർബന്ധിക്കുന്നത് കൊണ്ട് ദൈവദാസന്മാരിൽ കൂടെയും വല്ലവിധേനയും രക്ഷിക്കത്തക്കവണ്ണം ആഘോരാത്രം അധ്വാനിക്കും. പക്ഷെ ഫിസിക്കൽ ആക്ഷൻ ചെയ്യുകയില്ല. അപ്പോൾ ഒത്തിരിയധികം സംശയങ്ങൾക്ക് ഒരു ഉത്തരം തന്നെയാണ്, we free moral agents have free choice. അപ്പം തന്നെ ഏതൻ തോട്ടത്തിൽ എന്തിനാണ് ഈ നന്മത്തിന്മേലെ കുറിച്ച് വൃക്ഷത്തിന്റെ ബലം വെച്ചത്, എന്തുകൊണ്ടാണ് സാത്താൻ അനുബന്ധിച്ചത്, അങ്ങനെയുള്ള അനേക ചോദ്യങ്ങൾക്ക് ഉത്തരമൊക്കെ ഒരൊറ്റ സെന്റൻസിലുണ്ട്. നമ്മൾ ഫ്രീ മോറൽ ഏജൻസ് ആണ്. നമുക്ക് ഫ്രീ ചോയ്സ് ഉണ്ട്. നല്ലത് തിരഞ്ഞെടുക്കുവാനും ജീവൻ തിരഞ്ഞെടുക്കുവാനും ജീവനെ തുടരുവാനും ക്രിസ്തുവിൽ ആശ്രയിക്കാനും എല്ലാത്തിനും നമുക്ക് നല്ല ചോയ്സ് ഉണ്ട്. നിത്യജീവനെ പ്രാപിക്കാം. അതേ സമയത്ത് നമ്മുടെ ജഡത്തിന്റെ മോഹത്തിന് വേണ്ടിയിട്ടോ മനവികാരങ്ങൾക്ക് വേണ്ടിയിട്ടോ ഈ ലോകത്തിന്റെ അനുരൂപരായി തീരുവാനോ അതിനും നമുക്ക് ചോയ്സ് ഉണ്ട്. അതും ഈ ലോകത്തില് ദൈവം അനുവദിക്കുന്നു. നമ്മുടെ ഹൃദയങ്ങളെ ശോധന ചെയ്ത് അന്തരേന്ദ്രിയങ്ങളെ പരീക്ഷ അറിയുന്നവനാണ് ദൈവം. അതിന് നമുക്ക് ചോയ്സ് ഉണ്ട്. തിരഞ്ഞെടുക്കുന്ന നാമാണ്. അപ്പോൾ ജഡ്ജ്മെന്റ് സീറ്റിന് മുമ്പിൽ നിൽക്കുമ്പോൾ നമുക്ക് കിട്ടിയ ഫ്രീ ചോയ്സിൽ നാം എന്ത് തെരഞ്ഞെടുത്തു, എന്തുകൊണ്ട് തെരഞ്ഞെടുത്തു എന്നും വെളിപ്പെടും.
എന്ത് തെരഞ്ഞെടുത്ത് നമുക്ക് തന്നെ അറിയാം. പക്ഷെ എന്തുകൊണ്ടാണ് മരണം തെരഞ്ഞെടുക്കാനുള്ള കാരണം? ഡിനോമിനേഷനിൽ ഇൻട്രസ്റ്റ് ഉണ്ടായോ? പേഴ്സണൽ ഇൻട്രസ്റ്റ് ഉണ്ടായോ? യേശുവിനേക്കാൾ അധികമായിട്ട് മറ്റെന്തെങ്കിലും സ്നേഹിച്ചുവോ? ഏതെങ്കിലും വിഷയത്തില് ക്രിസ്തുവിനേക്കാൾ അധികമായിട്ട് ഇവൻ നമ്മുടെ ജീവനെ തന്നെ സ്നേഹിച്ചാലും വി ആർ ഔട്ട്. പക്ഷെ ക്രിസ്തുവിൽ പരിപൂർണതയുണ്ട്. ഞാൻ തന്നെ പുനരുദ്ധാനം ജീവനുമാകുന്നു. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും, ജീവിച്ചിരുന്ന് എന്നെ വിശ്വസിക്കുന്നവൻ ഒരു നാളും മരിക്കില്ല. മറ്റേ എപ്പിസ്കോപ്പൽ സഭകളൊക്കെയും ചത്തു വീണ് കുഴിച്ചിട്ട പിന്നെ ഉയർത്തി നിൽക്കുന്ന പറയുന്നു. ഇപ്പോഴത്തെ കാര്യമാണ് പറയുന്നത്, ആത്മീയമായ കാര്യമാണ് പറയുന്നത്. വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. പാപസംബന്ധം മരിച്ചിരിക്കുന്ന യേശുവിൽ വിശ്വസിച്ചാൽ ജീവിക്കുകയാണ് ചെയ്യുന്നത്. വീണ്ടും ജനനം, ജീവിച്ചിരുന്ന് സ്ഥിരമായിട്ട് സ്ഥിരോത്സവം, അത് പെർസീവറൻസ് എന്ന് പറയുന്നത് സ്ഥിരമായിട്ട് വിശ്വാസത്തെ തുടരേണ്ട ആവശ്യകതയുണ്ട്. അങ്ങനെയാണെങ്കിൽ നാം സ്പിരിച്വലായിട്ട് മരിക്കുകയില്ല. തുടർന്നില്ലെങ്കിലോ മരിക്കും, കണ്ടമിനേഷൻ. അപ്പൊ ഇതിനൊക്കെ നമ്മൾ പറഞ്ഞ 2 വാക്യം പറഞ്ഞ് നിർത്തിയായിരുന്നു. എഫേഷ്യൻസ് 4:24, 25. അതുപോലെ തന്നെ സിമിലർ വാക്യമാണ് കൊളോഷ്യൻസ് 3:10. രണ്ടിടത്തും നാം വീണ്ടും ജനം പ്രാപിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ദൈവാനുരൂപമായി സൃഷ്ടിക്കേണ്ട പുതു മനുഷ്യൻ. അവിടെ ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതു മനുഷ്യൻ എന്ന് പറഞ്ഞാൽ പഴയതിനെ മോഡിഫൈ ചെയ്ത പരിപാടിയല്ല, സൃഷ്ടിക്കുക എന്ന് പറഞ്ഞിരിക്കുന്നത്, ഇല്ലായ്മയിൽ നിന്ന് ഉണ്ടാക്കുക. അപ്പൊ നമ്മളിലുള്ള അതേ ഇന്റേണൽ ഫാക്കൽറ്റീസിനെ തന്നെ യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് ആ മരിച്ചിരുന്ന അവസ്ഥയെ വീണ്ടും നിത്യജീവന്റെ വചനമാൽ നിത്യ ക്രിസ്തുവിനാൽ തന്നെ. വചനം എന്ന വാക്കുകളല്ല, പലരും ഈ അനുഭവം ഇല്ലാത്തവർ ആ വചനം ക്രിസ്തു തന്നെയാണ്, ദൈവവചനം അവനെന്ന് പേരുണ്ട്. നോ, ക്രൈസ്റ്റ് ആസ് പേഴ്സൺ ഇൻ സ്പിരിറ്റ് നമ്മുടെ ഉള്ളിൽ വന്നാൽ മാത്രമേ വീണ്ടും ജനനം നടക്കുകയുള്ളൂ. ഇങ്ങനെ വീണ്ടും ജനനം നടക്കുക, അവനെ സ്വീകരിക്കാനുള്ള ഫ്രീ ചോയ്സ് നമുക്കുണ്ട്. ഇല്ലാതെ സ്വയത്തിൽ തുടരാനുള്ള ഫ്രീ ചോയ്സും ഉണ്ട്. നിന്നെ ഇത്രയും വചനങ്ങൾ കേൾപ്പിച്ചിട്ടും നീ നിന്റെ സ്വയത്തിൽ തുടരാണോ ആണ് ആഗ്രഹിക്കുന്നത്. അങ്ങനെ കുറെ നാൾ തുടർന്നു കഴിയുമ്പോൾ, അല്ലെങ്കിൽ ഈ ലോകത്തിന്റെ കാലഗതിക്കനുസരിച്ച് ജീവിക്കാനാണ് ആഗ്രഹമെങ്കിൽ അതിന് ഫ്രീ ചോയ്സ് ഉണ്ട്. കുറെ നാൾ അങ്ങോട്ട് പോയി കഴിയുമ്പോൾ പിന്നെ നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിൽ പറയുന്ന പോലെ ദൈവത്തിന്റെ ആത്മാവ് സദാ വാദിച്ചു കൊണ്ടിരിക്കുകയില്ല. അത് കഴിഞ്ഞ് വരുന്ന ഒരു കാര്യം അല്പം കഠിനമായ കാര്യമാണ്. അത് ഇന്നലെ ഞാൻ പറയണമെന്ന് ആഗ്രഹിച്ചിരുന്നു, പക്ഷെ അത് പറയാൻ പറ്റിയില്ല. 2 തെസ്സലോനിക്കൻസ് എടുക്കുകയാണെങ്കിൽ ചാപ്റ്റർ 2 വേഴ്സ് 9 ഓൺവേഴ്സ്, അധർമ്മമൂർത്തിയുടെ പ്രത്യക്ഷത നശിച്ചു പോകുന്നവർക്ക് സാത്താന്റെ വ്യാപാര ശക്തിക്ക് ഒത്തവണ്ണം വ്യാജമായ സകല ശക്തിയോടും അടയാളങ്ങളോടും അത്ഭുതങ്ങളോടും അനീതിയുടെ സകല വഞ്ചനയോടും കൂടി ആയിരിക്കും. ആർക്കാ? നശിച്ചു പോകുന്നവർക്ക്, വിശ്വാസം തുടരുന്നവർക്കല്ല. അവർ രക്ഷിക്കപ്പെടുവാൻ തക്കവണ്ണം സത്യത്തെ സ്നേഹിച്ച് കൈക്കൊള്ളുകയാൽ. സത്യത്തെ എന്ന് പറയുമ്പോൾ എന്താണത്? സത്യമായ വചനമാണോ? സത്യമായ കാര്യങ്ങൾ മാത്രമാണ് സത്യം എന്ന് പറഞ്ഞ ക്രൈസ്റ്റ് ഹിംസെൽഫ്. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും, ഞാൻ തന്നെ സത്യം. കാരണം നമ്മൾ ഡിപ്രൈവ്ഡ് നേച്ചറിൽ ഏതും ആദാമിന്റെ സന്തതികളായിരിക്കുന്ന നമ്മളിൽ ഒരു നന്മയുമില്ല. ഡിവൈൻ ലോ നമുക്ക് അനുസരിക്കണമെങ്കിൽ ക്രിസ്തുവിനെ കൂടാതെ സാധ്യമല്ല. അപ്പൊ നിങ്ങളൊന്ന് ചോദിക്കൂ, ഈ അനേക ജാതികളൊക്കെ നല്ല രീതിയിൽ ജീവിക്കുന്നുണ്ടല്ലോ. യെസ്, അവര് ഈ ലോകത്തിന്റെ സ്റ്റാൻഡേർഡ് അനുസരിച്ച് നല്ല രീതിയിൽ ജീവിക്കുന്നു. അവരുടെ സെൽഫിനെ ഒന്ന് ടച്ച് ചെയ്ത് നോക്കണം, അപ്പോൾ അറിയാം അവരുടെ സ്വഭാവം. ഇതും ഒരു വിധത്തിലെ ഈ ഹിമാലയത്തിലൊക്കെ പോയിരിക്കുന്ന സന്യാസികളും ഇവരും ഇങ്ങനെ അന്വേഷിച്ച് ഈ ലോകത്തോടൊക്കെ വേർപെട്ട് തപസ്സിരിക്കുകയാണ്. ഒത്തിരി ആയി കഴിയുമ്പോൾ എന്നറിയാമോ, അശുദ്ധാത്മാക്കൾ വന്ന് ആവസിക്കാൻ തുടങ്ങും. അത് താഴോട്ട് വായിക്കുമ്പോൾ പറയാൻ പറ്റും. അപ്പോൾ സത്യത്തെ സ്നേഹിച്ച് കൈക്കൊള്ളാത്തത് കൊണ്ടാണ് എന്ത് പറയുന്നത്? അധർമ്മമൂർത്തിയുടെ പക്ഷത്ത് നശിച്ചു പോകുന്നവർക്ക് സാത്താന്റെ വ്യാപാര ശക്തി കൊത്തണമെന്നാണ് പറയുന്നത്. അടുത്ത വാക്യം പറയാണ്, സത്യത്തെ വിശ്വസിക്കാതെ, അതായത് ക്രിസ്തുവിനെ വിശ്വസിക്കാതെ, ക്രിസ്തുവിനെ കുറിച്ചുള്ള കാര്യങ്ങൾ വിശ്വസിക്കാതെ എന്നല്ല, ക്രിസ്തുവിനെ വിശ്വസിക്കാതെ അനീതി രസിക്കുന്ന ഏവർക്കും ന്യായവിധി വരേണ്ടതിന്. അപ്പോൾ പുതിയ നിയമത്തിൽ ആഭരണം ഇടാനുള്ള വാക്യമില്ലല്ലോ, അന്ന് ഞങ്ങൾക്ക് ഇടാം. ജാതികളിൽ നിന്ന് വരുന്നവർക്ക്
രക്തം, ശ്വാസം മുട്ടിച്ചത്തത്, വിഗ്രഹാർപ്പിതം, ഇത് 3 മാത്രമേ ഫോർബിഡൻ ചെയ്തിട്ടുള്ളൂ എന്ന് പരിശുദ്ധാത്മാവിന് ഞങ്ങൾക്കും തോന്നിയിരിക്കുന്നു. അതുകൊണ്ട് പരിശുദ്ധാത്മാവിന് തോന്നാത്ത കാര്യം ഇവിടെ ആരും പറയണ്ട, സ്ഥാപനം. അങ്ങനെയാണെങ്കിൽ മദ്യം പറഞ്ഞിട്ടില്ലല്ലോ, വ്യഭിചാരം അവിടെ പറഞ്ഞിട്ടില്ലല്ലോ, 3 കാര്യങ്ങൾ മാത്രമല്ല പറഞ്ഞിട്ടുള്ളൂ. ഇതൊക്കെ ഉപായ മാർഗങ്ങളാണ്. സംഭവിച്ചിരിക്കുന്നത് ഇതാണ്. സത്യത്തെ വിശ്വസിക്കാതെ, നിന്റെ ഉള്ളിൽ വന്ന ക്രിസ്തുവിനെ വിശ്വസിക്കാതെ സ്റ്റിൽ നിന്റെ ജഡത്തിന്റെ മോഹങ്ങൾക്കും ഈ ലോകത്തിന്റെ കാലഗതിക്കും അനുരൂപമായിട്ട് പോകാനാണ് ആഗ്രഹമെങ്കിൽ ഇതാരാ ചെയ്യുന്നത്? പറയുന്നത് അനീതി രസിക്കുന്ന ഏവർക്ക് ന്യായവിധി വരേണ്ടതിന്, രക്ഷയല്ല ന്യായവിധി വരേണ്ടതിന് ദൈവം അവർക്ക് ഭോഷ്ക് വിശ്വസിക്കുമാറ് വ്യാജത്തിന്റെ വ്യാപാര ശക്തി അയക്കുന്നു. സ്ട്രോങ് ഡിലൂഷൻ, സ്ട്രോങ് ഡിസെപ്ഷൻ ദൈവം തന്നെ അയക്കും. ഇതാണ് പല വീരന്മാരായ ഈ പവർ മിനിസ്റ്റർ ഒക്കെ ചെയ്തവർ. ഇത് ഞങ്ങൾ ദുഷ്ടാത്മാവിനെടുക്കൊണ്ടാണ് ചെയ്യുന്നതെങ്കിൽ കൃപയുള്ള ദേവദാസന്മാർ ഒന്നത് ശാസിക്കട്ടെ. എടാ, ദൈവമാണ്. നീ സത്യത്തെ വിശ്വസിക്കാതെ നിന്റെ സോളിൽ ഇരിക്കുന്ന ജഡത്തിനോ അല്ല ഈ ലോകത്തിന്റെ കാലഗതിക്ക് അനുസരിച്ച് പോവാൻ നിന്റെ ഉള്ളിലുള്ള ആഗ്രഹത്തെ നീ പോഷിപ്പിച്ച് സത്യത്തെ ക്രിസ്തുവിനെ വിശ്വസിക്കാതെ നീ അനീതി രസിക്കുന്നത് കൊണ്ട് സർവശക്തനായ ദൈവം തന്നെയാണ് നിന്റെ മേളില് വ്യാജത്തിന്റെ വ്യാപാര ശക്തി, സ്ട്രോങ് ഡിലൂഷൻ, സ്ട്രോങ് ഡിസെപ്ഷൻ ആയിട്ട് തന്നെ വെച്ചിരിക്കുന്നത്. ഒരാൾ ശാസിക്കാൻ പോവുകയില്ല. ദൈവദാസന്മാർ ദൈവത്തിന്റെ ഹിതപ്രകാരം ശുശ്രൂഷിക്കുന്നവരാണ്. വ്യാപാര ശക്തി അയക്കുന്നു. എന്നിട്ട് താഴെ പറയാൻ, ഞങ്ങളോ കർത്താവിന് പ്രിയ സഹോദരന്മാരെ, ദൈവം നിങ്ങളെ ആദ്യം മുതൽ ആത്മാവിന്റെ വിശദീകരണത്തിലും സത്യത്തിന്റെ വിശ്വാസത്തിലും രക്ഷിക്കാൻ തിരഞ്ഞെടുത്തത് കൊണ്ട് നിങ്ങൾ നിമിത്തം ദൈവത്തെ എപ്പോഴും സ്തുതിപ്പാൻ കടംപെട്ടിരിക്കുന്നു. നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിന്റെ മഹത്വം പ്രാപിപ്പാനല്ലോ അവൻ ഞങ്ങളുടെ സുവിശേഷ ഗോളത്താൽ നിങ്ങളെ വിളിച്ചത്. ആകിയ സഹോദരന്മാരെ, നിങ്ങൾ ഉറച്ചു നിന്ന് ഞങ്ങൾ വാക്കിനാലും ലേഖനത്താലും ഉപദേശിച്ചെന്ന പ്രമാണങ്ങളെ മുറുകെ പിടിച്ചുകൊള്ളുവേ. നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു താനും നമ്മെ സ്നേഹിച്ച് നിത്യാശ്വാസം നല്ല പ്രത്യാശയും കൃപയാൽ നൽകിയിരിക്കുന്ന നമ്മുടെ പിതാവായ ദൈവവും നിങ്ങളുടെ ഹൃദയങ്ങളെ ആശ്വസിപ്പിച്ച് എല്ലാ നല്ല പ്രവൃത്തിയിലും വാക്കിലും സ്ഥിരപ്പെടുത്തുമാറാകട്ടെ. അപ്പോൾ ഈ അനേക ഉപദേശങ്ങൾ കേട്ടിട്ടും പുതിയ നിയമത്തിൽ ഇങ്ങനെ ഒരു വാക്യമുണ്ടോ? ഇങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ. പരിശുദ്ധാത്മാവിന് തോന്നാത്ത കാര്യം ഞങ്ങൾക്ക് തോന്നണം. എന്തിനാ നിങ്ങൾ എന്തിനാ പറയും ഇങ്ങനെയുള്ള ക്രൂക്കഡ് വേ? ഞാൻ പറഞ്ഞല്ലോ, ദൈവസഭയ്ക്കകത്ത് ക്രിസ്തു വെളിപ്പെടണമെങ്കിൽ, ഒരു ദൈവ പൈതലിൽ ക്രിസ്തു വെളിപ്പെടണമെങ്കിൽ സ്നാപയോഹന്നാന്റെ ശുശ്രൂഷയാണ് മലാക്കി 3-ാം അധ്യായത്തിൽ 1-5 വരെ പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ സ്നേഹിക്കുന്ന കർത്താവും ഇഷ്ടപ്പെടുന്ന നിയമദൂതനുമായവൻ പെട്ടെന്ന് തന്റെ മന്ദിരത്തിൽ വരും. പക്ഷേ അതിക്ക് മുന്നിൽ ചില കാര്യങ്ങളുണ്ട്. എല്ലാ താഴ്വര നികന്ന് വരണം, എല്ലാ കുന്നും മലയും കുന്നും താണു വരണം, ക്രൂക്കഡ് വേ എല്ലാം സ്ട്രെയിറ്റ് ആക്കണം, വളഞ്ഞതൊക്കെ നേരെയാകണം. ഈ വളഞ്ഞ മാർഗം ഉപയോഗിച്ചുകൊണ്ട് പുതിയ നിയമത്തിലുണ്ടോ, അവിടെയുണ്ടോ, ഇവിടെയുണ്ടോ? പരിശുദ്ധാത്മാവിന് തോന്നാത്ത കാര്യം ഞങ്ങൾ എന്തിനാ പറയണേ? ഇങ്ങനെയുള്ള ക്രൂക്കഡ് വേ കൊണ്ട് നടക്കുന്നവർക്ക് ക്രിസ്തു വെളിപ്പെടുകയില്ല. അവന് വെളിപ്പെടുന്ന പേരാണ് ഇവിടെ വായിച്ചത്, സ്ട്രോങ് ഡിലൂഷൻ. ബോഷ്ക്ക് വിശ്വസിക്കുമാറ് സത്യം വിശ്വസിക്കപ്പെടുന്നതുകൊണ്ടതാ. സത്യത്തെ വിശ്വസിക്കാതെ, ക്രിസ്തുവിനെ വിശ്വസിക്കാതെ ജഡത്തിന്റെ പ്രേരണകള്, ഈ ലോകത്തിന്റെ പ്രേരണകള്, സാറ്റാനിക് കിങ്ഡത്തിന്റെ പ്രേരണകൾ വരുമ്പോൾ അതിനെ ആശ്രയിച്ച ദൈവം തന്നെ അയക്കുന്നതാണ് സ്ട്രോങ് ഡിലൂഷൻ. പിന്നെ അവനെ ഗുണപ്പെടുത്താൻ സാധ്യമല്ല. ദൈവം വളച്ചതിനെ ആർക്ക് നേരെയാക്കാൻ സാധിക്കും? ഇന്നത്തെ സബ്ജക്റ്റ് ഞാൻ കൺക്ലൂഡ് ചെയ്തതാണ്. നമ്മുടെ ഈ രക്ഷയുടെ സൂക്ഷിച്ച് നമ്മൾ ഈ ഒടുവിൽ കർത്താവിൽ അവൻ്റെ അമിത ബലത്തിലും ശക്തിപ്പെടണം എന്നുള്ള വാക്യം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഈ വ്യാജമായിട്ടുള്ള കാര്യങ്ങൾ വരുന്നതിനൊക്കെ ബ്ലോക്ക് ചെയ്തില്ലെങ്കിൽ അതെങ്ങനെ ബ്ലോക്ക് ചെയ്യാം, ഏത് വിധത്തിലാണ് വരുന്നത്, ഏതാണ് അതിൻ്റെ സോഴ്സ്, അതിൻ്റെ അനന്തരഫലം എന്തായിരിക്കും, ഈ കാര്യങ്ങളൊക്കെ വാണിംഗ് തന്നില്ലെങ്കിൽ വാക്യം പഠിച്ചു പോവും, പാസ്റ്റർ പ്രസംഗിച്ചുകൊണ്ടിരിക്കും, അവസാനം ആവശ്യ സമയത്ത് കർത്താവ് വെളിപ്പെടുകയില്ല. മത്തായി 7:25 പറഞ്ഞതുപോലെ ഞാൻ നിന്നെ ഒരു നാളും അറിഞ്ഞിട്ടില്ല എന്ന് ശബ്ദം കേൾക്കേണ്ടി വരും.
അതിനു മുമ്പ് ഇപ്പോഴെ തന്നെ വളരെ താഴ്മയോടുകൂടെ തന്നെ കർത്താവേ, സത്യത്തെ വിശ്വസിക്കാൻ നീ സർവശക്തനാണ്, നിന്നിൽ സർവസമ്പൂർണതയുണ്ട്. എന്നിലുള്ളതായിട്ടുള്ള ജഡം എനിക്ക് വേണ്ട, സേറ്റാനിക് കിങ്ഡം എനിക്ക് വേണ്ട. അതിനാണ് നീ നിന്റെ രക്തം കൊടുത്ത് വിലയ്ക്ക് വാങ്ങിയത്. നീ മതി, നീ മതി. നിന്നിൽ സർവസമ്പൂർണതയുണ്ട്. ഇത് നമ്മൾ അനുഭവിച്ചറിയണം. അനുഭവിച്ചറിയാത്തോടത്തോളം നമുക്ക് വെറും ബുദ്ധിയിലിരിക്കുകയുള്ളൂ. അതുകൊണ്ട് ഞാൻ പറയുന്നത്, താഴ്മയോടുകൂടെ ക്രിസ്തുമായിട്ടുള്ള ഒരു പേഴ്സണൽ റിലേഷൻ ഡെവലപ്പ് ചെയ്യുക. ഞങ്ങൾ ഈ ശുശ്രൂഷന്മാർ കുറേ ആൾക്കാർ ഞങ്ങളുടെ കൂട്ടത്തിലാക്കാൻ വേണ്ടിയല്ല കിടന്ന് കുറയ്ക്കുന്നത്. നിങ്ങളെ ഓരോരുത്തരെയും വ്യക്തിപരമായിട്ട് നിങ്ങൾക്ക് വേണ്ടി പ്രാണത്യാഗം ചെയ്ത് ഉയർത്തെന്നിട്ട് വേറൊരുവിനോട് ബന്ധപ്പെടുത്തുവാനാണ് ആഗ്രഹിക്കുന്നത്. Then you will be free. അവൻ്റെ വരവിങ്കിൽ ലജ്ജിച്ചു പോകുകയില്ല. ധൈര്യത്തോടെ അവൻ്റെ വരവിനെ ഫേസ് ചെയ്യാം. ദൈവമേ, കർത്താവ് ധൈര്യപ്പെടുത്തട്ടെ. വളരെ അല്പസമയം എടുത്തോളം, പക്ഷേ കാതലായൊരു വിഷയമാണ് ഞാൻ പറഞ്ഞു വെച്ചത്. ആക്ച്വലി ഇന്നലെ പറയേണ്ടതായിരുന്നു, ഇന്നലെ പറയാൻ സമയം കിട്ടിയില്ല. സമയത്തിൻ്റെ പരിധി മാത്രമല്ല, പല പല വിഷയങ്ങളും മുമ്പിൽ നിങ്ങൾ കൺഫ്യൂസ്ഡായി പോകും. എന്നാൽ ഇന്ന് ഒരൊറ്റ വാക്യം മാത്രമേ പറഞ്ഞുള്ളൂ, ഒരു കാര്യം മാത്രമേ പറഞ്ഞുള്ളൂ. സത്യത്തെ വിശ്വസിക്കാതെ അനീതി രസിക്കുന്ന ഏവർക്ക് ന്യായവിധി വരേണ്ടത് ദൈവമാണ് സ്ട്രോങ് ഡിലൂഷൻ അയക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ രക്ഷയ്ക്ക് തടസ്സം നിൽക്കുന്ന, ഹിൻഡ്രൻസ് ഉണ്ടാക്കുന്ന എന്തെല്ലാം എവിടെ നിന്ന് വന്നാലും സേ ഗുഡ് ബൈ. പ്രാർത്ഥിക്കാം. പരിശുദ്ധ നിത്യമായ ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, നിന്റെ സ്നേഹത്തിന് കരുതലുമായ സ്തോത്രം. വിശ്വസ്തനായി നീ വാഴുന്നല്ലോ. ഈ ശബ്ദം കേട്ട ജനത്തെ കർത്താവ് നിന്നോട് ചേർത്ത് നിർത്തി കൊമ്പിന് മുന്തിരി വഴി വസിച്ചിട്ട് എല്ലാ അതിജീവൻ എന്ന അവസ്ഥ അവർക്ക് മനസ്സിലാക്കി കൊടുത്ത് നിത്യജീവന് കർത്താവ് വസിപ്പാനിടയാക്കിയാട്ടെ. നീ തന്നെയാണ് നിത്യജീവൻ. നിന്റെ സ്നേഹത്തിൽ കരുതലുമായ സ്തോത്രം. ഇസ്രായേലിൻ്റെ നാമത്തെ ഞങ്ങൾ അനുഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. യൂട്യൂബിൽ കേൾക്കുന്ന ജനത്തെയും കർത്താവ് നിന്റെ കൈ വേർതിരിച്ചാട്ടെ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ സ്തോത്രം. താങ്ക് യു.